ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്ന് ക്രിയായോഗത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിയായോഗം പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ക്രിയായോഗം എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ന് ക്രിയായോഗം എങ്ങനെ തുടങ്ങുന്നു, എവിടെ നിന്ന് തുടങ്ങുന്നു, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന വാക്കുകളുണ്ട് ക്രിയായോഗത്തെ പറ്റി. അത് കഴിഞ്ഞ് അത് മനുവിലേക്കും സൂര്യ രാജവംശത്തിൻ്റെ അത് സ്ഥാപിച്ച അല്ലെങ്കിൽ അത് തുടക്കം കുറിച്ച ആ വ്യക്തിയിലേക്കൊക്കെ ഇത് പകർന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ വരെ ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്ന് ആണ് തുടങ്ങുന്നത്? ബ്രഹ്മ, വിഷ്ണു, മഹേശ, ആ രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഞാനായാലും നിങ്ങളായാലും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ ബ്രഹ്മദേവനായിട്ട്, വെളിയിൽ വന്ന് ലോകം കാണുമ്പോൾ മഹാവിഷ്ണുവായിട്ട്, മരിക്കുമ്പോൾ ശിവനിലേക്ക്. ഇതിൽ നമ്മൾ തിഥി എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ആൾ എന്ന് പറയുന്ന പോലെ സൃഷ്ടി തന്നെയാണ് ക്രിയായോഗം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടി കഴിഞ്ഞ് നമ്മൾ ലോകത്തിലേക്ക് കാണുമ്പോൾ തന്നെ, വെളിയിലേക്ക് വരുമ്പോൾ തന്നെയാണ് ക്രിയായോഗവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി ഉണ്ടാകുന്ന സമയത്താണ് ഇതും ഒരു മനുഷ്യന് ഉണ്ടാകുന്നത്. കാരണം ഇത് പുരാതനമായ, പ്രാചീനമായ ഒരു ശാസ്ത്രമാണ്. മഹാവിഷ്ണുവിൽ ഇപ്പോൾ ഉള്ള നമ്മളെ ലൈവിലുള്ള ആള്, എൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ശൈവരി, ശിവന്റെ പുറകെ പോകുന്ന ആൾക്കാർ. ശിവൻ ആരെയാണ് ധ്യാനിക്കുന്നത്? പോയി അവസാനം ശിവൻ ധ്യാനിക്കുന്നത് മഹാവിഷ്ണുവിനെ. വൈഷ്ണവര് പോയി മഹാവിഷ്ണു ആരെയാണ് ധ്യാനിക്കുന്നത്? പോയി അവസാനം ശിവന്. മഹാവിഷ്ണുവിൽ നിന്ന് ശിവനിലേക്കും, ശിവനിൽ നിന്ന് മഹാവിഷ്ണുവിലേക്കും. സൃഷ്ടി വരുന്നത് ബ്രഹ്മദേവനാണ്. അപ്പോൾ ബ്രഹ്മദേവൻ്റെയും ശിവൻ്റെയും നടുക്കുള്ളതാണ് നമ്മുടെ ജീവിതം, മനുഷ്യൻ. അതാണ് മഹാവിഷ്ണു അവതാരങ്ങളെടുത്ത് ഓരോ യുഗത്തിലും ഓരോ അവതാരങ്ങളെടുത്ത് വന്നേക്കും. അപ്പോൾ മഹാവിഷ്ണു തന്നെ ഇതിൻ്റെ കൃഷ്ണനിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അതാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെയാണ് ഇത് ഭഗവത്ഗീതയിൽ അർജുനോട് ഒരു 2 ഭാഗങ്ങളായിട്ട് ഇത് പറഞ്ഞത്. അപ്പോൾ ശ്രീകൃഷ്ണനിലൂടെയാണ് ഇത് സ്റ്റാർട്ടിങ് വരിക. കാരണം ബ്രഹ്മലോകം, നമ്മൾ മഹാവിഷ്ണു ജീവിച്ചിരിക്കുന്ന തിഥി, അത് കഴിഞ്ഞാൽ ശിവൻ. ശിവനിലേക്കെന്ന് പറയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മോക്ഷത്തിലേക്ക് വിടും. ഇപ്പോൾ ഉള്ളത് ക്രിയ, അത് ലൈവാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്രിയായോഗം എന്ന് പറയുന്ന പുരാതന രീതിയിലേക്ക്, അതിന് ബ്രഹ്മവിദ്യ എന്നും പലരും പറയാറുണ്ട്. ബ്രഹ്മവിദ്യയാണ്. ഇനി അത് മഹാവിഷ്ണുവിലൂടെയാണത് വരിക. കാരണം മഹാവിഷ്ണുവാണ് തിഥി. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും കൊണ്ടാണ്. അതാണ് നമ്മുടെ പ്രാണനായിട്ട് നമ്മൾ പറയേണ്ടത്. അത് തന്നെയാണ് ഇതിൻ്റെ വിദ്യ. ശ്വാസം നിശ്വാസത്തിന് കൊടുത്തു, നിശ്വാസം
ശ്വാസത്തിന് കൊടുത്തുകൊണ്ട് ഒരു യോഗി അവൻ്റെ ഹൃദയത്തിലുള്ള ജീവശക്തിയെ വെളിയിലേക്ക് വിടും. അങ്ങനെ അവൻ പുറത്തേക്ക് വിടുമ്പോൾ അവൻ എന്താവും? അതിനെ അതിജീവിക്കാൻ അവന് ശ്വാസനിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ പല പഠിക്കുന്ന രീതികൾ അത് നമുക്ക് വരുന്ന വീഡിയോസിലൂടെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ആരംഭമാണ് ഞാൻ ഈ പറയുന്നത്. ആരംഭത്തിൻ്റെ ഇത് മഹാവിഷ്ണുവിലൂടെയാണ് പോകുന്നത്. പിന്നെ അടുത്ത അത് ആരിലേക്ക് പോകുന്നു അടുത്ത വീഡിയോയിലൂടെ പറയാം. കാരണം ശ്വാസം എന്ന് പറയുന്നതാണ്, ശ്വാസമില്ലെങ്കിൽ ഞാനായാലും നിങ്ങളായാലും എന്ത് സംഭവിക്കും? വളരെ ശ്രമിക്കും. അപ്പോൾ മരണത്തെ പഠിക്കുക. മരിച്ചു പോകാൻ എല്ലാവർക്കും വരും. ആ മരണത്തെ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ആദ്യ സ്റ്റേജാണ് ക്രിയായോഗം. അതിൻ്റെ അവസാനം മോക്ഷം തന്നെയാണ്. എങ്ങനെ മോക്ഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം? ഇപ്പോൾ തുടക്കം എവിടെ നിന്ന്, അതിന് ഉത്തരം കണ്ടെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത്, അത് അടുത്ത വീഡിയോയിലൂടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.